ഈ പ്രൊജക്റ്റ് ലൊക്കേറ്റ് ചെയ്യുന്നത് കപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഹാർഡ്ലി ഫ്രം മൈ ഓഫീസ് ഐ തിങ്ക് ഓൾമോസ്റ്റ് അറൗണ്ട് 1.5 കിലോമീറ്റർ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് എൻ്റെ ഓഫീസിലേക്ക് ദീപക് എന്ന് പറഞ്ഞ ക്ലയൻറ്റ് എന്നെ മീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് ദീപകിന് ഒരുപാട് ഡ്രീമുള്ള ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി, എസ്പെഷ്യലി അബൌട്ട് ഹിസ് ഹൗസ്. അപ്പോൾ ആളിനോട് പറഞ്ഞു ഒരു 1900 സ്ക്വയർ ഫീറ്റ് ഹൗസാണ്. അപ്പോൾ ആ വീട് എനിക്ക് ഭംഗിയായിട്ടൊരു ഇൻറ്റീരിയർ ചെയ്യണം, അതിന് എൻജിനീയേഴ്സ് ഒന്നുമില്ല, ഞാൻ തന്നെയാണ് എൻജിനീയർ. അപ്പോൾ ഞാൻ ചോദിച്ചു ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എൻജിനീയറിംഗ് ആണോ ചോദിച്ചപ്പോൾ പറഞ്ഞു അല്ലല്ല ഐ ആം എ ബിസിനസ് മാൻ. അപ്പോൾ അവൻ്റെ ഡ്രീമും കാര്യങ്ങളും കേട്ടപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ലെറ്റ് മീ പാർട്ട് ഓഫ് ഹിസ് ഹൗസ്. അങ്ങനെയാണ് ഈ പ്രൊജക്റ്റ് നമ്മൾ ഏറ്റെടുക്കാനുള്ള കാരണം. ആ സമയത്ത് ഞാൻ ഒരുപാട് പ്രൊജക്റ്റിൻ്റെ തിരക്കുള്ളൊരു സമയമായിരുന്നു. പക്ഷേ അവൻ്റെ ഡ്രീമും അവൻ്റെ ആ ഒരു വീടിനെ കുറിച്ചിട്ട് അവൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് അവൻ്റെ പ്രൊജക്റ്റിലൊരു പാർട്ടായാൽ ഓക്കെ ലെറ്റ് മീ ഡു ഇറ്റ് എന്നുള്ളൊരു പ്ലാനിങ്, അവൻ്റെ ഒരു ബ്രീഫിങ് കാരണം കൊണ്ടാണ് ഞാനിത് പ്രൊജക്റ്റ് എടുക്കാനാണ് കാരണം. അപ്പോൾ അവൻ്റെ പ്രൊജക്റ്റിൽ അവനക്ക് പ്രൊജക്റ്റിനോട് ബന്ധപ്പെട്ട് അവൻ്റെ കളർ തീം ക്യാമറ യെല്ലോ എന്ന് പറഞ്ഞൊരു തീമായിരുന്നു. പിന്നെ ഒരുപാട് നല്ല നല്ല എക്സ്പ്ലനേഷനും നല്ല നല്ല ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷനായിരുന്നു. അത് വെരി ഹെൽത്തി ഡിസ്കഷൻ ആക്ച്വലി. അങ്ങനെയാണ് ഈ പ്രൊജക്റ്റ് ഏറ്റെടുത്തത്. ആക്ച്വലി ഇത് അറൗണ്ട് 1900 സ്ക്വയർ ഫീറ്റ് ആൻഡ് 5 bedrooms, even a small swimming pool and a courtyard, as well as nice modular kitchen with open concept. And same time because of this all yellow color theme, it come out very good. വീട് എല്ലാവർക്കും ഒരു ഡ്രീമാണ്. ആ ഡ്രീമിലൂടെ ഞാൻ വീടിനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയ വഴിയാണ് എല്ലാം ചെക്ക് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റ വഴി ഇന്റീരിയർ ആപ്പിനെ പോയിട്ട് കണ്ടു, അവരെ ഫാക്ടറി വിസിറ്റ് ചെയ്തു. ഫാക്ടറി വിസിറ്റ് ചെയ്തപ്പോൾ തന്നെ ഇനി വേറെ അടുത്ത് നമുക്ക് ചിന്തിക്കേണ്ട എന്നുള്ള രീതിയിലാണ് ആ ഫാക്ടറിയിൽ നിന്ന് ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയത്. പിന്നെ ഞാൻ വൈഫിനായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ വൈഫും അവിടുന്ന് അവരുടെ സംസാരമായ രീതിയും നമ്മുടെ ആ വേവ് ലെങ്ത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഇൻറ്റീരിയർ വർക്കേഴ്സ് തന്നെ എന്നുള്ള രീതിയിൽ അവിടുന്ന് നമുക്ക് കൺഫേം ആയി. നമ്മൾ അവിടുന്ന് തന്നെ പിന്നെ രണ്ടാമത് വേറെ വാക്ക് പറഞ്ഞില്ല, അഡ്വാൻസ് കൊടുത്തു. അത് കഴിഞ്ഞ് സെക്കൻഡ് ടൈം നമ്മളവിടെ ഓഫീസിൽ പോയപ്പോൾ ഫസ്റ്റ് എക്സൈറ്റഡ് അതിനായിട്ടും കൂടുതൽ എക്സൈറ്റഡ്. ഡിസൈനിങ് കാണിച്ചാൽ ഒരു രക്ഷയില്ല, നമ്മുടെ മൈൻഡിൽ കണ്ട അതേ ഡിസൈൻ, ഒരു ചേഞ്ചും വരുത്തേണ്ട ആവശ്യത വന്നില്ല. പിന്നെ വർക്കിൻ്റെ കാര്യത്തിലാണ് നല്ല എന്തെങ്കിലും ഒരു കാര്യം വിളിച്ചു പറഞ്ഞാൽ തന്നെ മുബാർക്ക് പറഞ്ഞു എന്ത് ചേഞ്ച് ഞാൻ അങ്ങോട്ട് വരാം, എന്ത് ചേഞ്ച് വേണമെങ്കിൽ ചെയ്യാം. അത് അതിൽ 100% നമ്മൾ പറഞ്ഞ പ്രോഫിറ്റബിലിറ്റി ഒന്നും നോക്കാതെ തന്നെ അവൻ ചേഞ്ചിൻ്റെ കാര്യത്തിലൊന്നും ഒരു രീതിയിലും ആകെ 2 ചേഞ്ചേ വരുത്തിയിട്ടുള്ളൂ. ആ 2 ചേഞ്ച് അതാവൻ പറഞ്ഞാൽ ദീപക് അത് ചേഞ്ച് ചെയ്ത് നമുക്ക് ചേഞ്ച് ചെയ്യാം, അതിനൊരു ഇഷ്യൂ ഇല്ല എന്ന് വർക്ക് കഴിഞ്ഞ കാര്യം. പൊതുവേ നമ്മളെ കൺവിൻസ് ചെയ്തിട്ട് അത് മതി എന്ന് പറയുന്ന രീതിയല്ല, അവനും അതെ ഔട്ട്പുട്ട് ബെറ്റർ ആവണമെന്നാണ് അവൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നത്. വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. വളരെ ചെറിയ വീട് എന്നുള്ളതായിരുന്നു ഒരു സ്വപ്നം. അതിൽ എല്ലാ സൗകര്യങ്ങളും, രണ്ടുപേരും വർക്കിംഗ് ആണ്. അപ്പോൾ വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ നേരത്തെ പോവും, വൈകിട്ട് ഒരു 6-7 മണിയാകുമ്പോൾ തിരിച്ചെത്തും. ആ സമയത്ത് ഞങ്ങൾക്ക് റിലാക്സ് ചെയ്യാനുള്ള ഒരു സ്ഥലം, അത് ഏറ്റവും സന്തോഷത്തോടു കൂടി ഇരിക്കുകയും വേണം. ഞങ്ങൾക്കല്ല, ഞങ്ങളുടെ ഈ ഡ്രീമിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു കാഴ്ചപ്പാട്. അങ്ങനെയാണ് എന്താ പറയുക, ഇന്റീരിയർ ഹബിനെ അവിടേക്ക് എത്തുന്നതും മുബാറക്കിനെ പരിചയപ്പെടുന്നതും. എല്ലാവരും കൂടി ഒരുമിച്ച്, എല്ലാവരും എപ്പോഴും ഒരുമിച്ച് കാണണം എന്നുള്ളതിലായിരുന്നു. നമുക്ക് കിച്ചൺ ആയാലും ഹോളായാലും പ്രത്യേകിച്ച് വോളൊന്നും ഇല്ലാണ്ട് വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. അപ്പം നമ്മുടെ മനസ്സിൽ എന്താണോ ഉള്ളത് എന്നുള്ളത് ഇന്റീരിയർ ഹബിന് വായിച്ചെടുക്കാൻ പറ്റി എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് കിച്ചണിലിരുന്ന് എനിക്ക് മോനെ കാണാം, ഹസ്ബൻഡിനെ കാണാം, അതേപോലെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആയാലും ഇവിടുത്തെ എല്ലാ സ്പേസിലും ഒരു സ്ഥലത്ത് ഇരുന്നാൽ തന്നെ ഞങ്ങൾക്ക് മൊത്തത്തിൽ എല്ലാവരെയും കാണാം. ആ സ്പേസ് ഇത്രയും ഭംഗിയാക്കി തന്നേരം നമ്മൾ 100% ഇന്റീരിയർ ആപ്പിനോട് കടപ്പെട്ടിരിക്കുന്നു. വർക്കിൻ്റെ ക്വാളിറ്റിയിലും എല്ലാത്തിലും നമുക്ക് വേറെ ആൾക്ക് 100% സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവരുടെ വർക്ക്. പിന്നെ നമ്മളെ മുബാർക്കിനെ പറ്റി പറയാച്ചാൽ 100% നമ്മളൊരു ഫ്രണ്ട് കൂടപ്പുറപ്പ് മാതിരിയാണ്.
അപ്പോൾ നമുക്ക് അതിൽ ഇന്ദിരാബിനോട് ഈ വീട് ഇത്രയും ഭംഗിയാക്കി തന്നതിന് ഇന്ദിരാബിനോട് ഞാനും എൻ്റെ ഫാമിലി 100% കടപ്പെട്ടിരിക്കുന്നു. അത് മാത്രമല്ല നൗ ഞാനതിങ്ങനെ ആലോചിക്കണം, ആ സമയത്ത് ഞാൻ ആ പ്രൊജക്റ്റ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാണുന്ന ക്ലയൻറ്റിൻ്റെ മുഖത്ത് കാണുന്ന സന്തോഷം എനിക്ക് മിസ്സായി പോയില്ല എന്ന് ഞാൻ അങ്ങനെ ആലോചിച്ചു പോയി. കാരണം നൗ ഈസ് വെരി വെരി ഹാപ്പി അബൌട്ട് അവർ വർക്ക് ആൻഡ് ഇറ്റ് കം ഔട്ട് വെരി നൈസ് ആൻഡ് ആക്ച്വലി ഐ ഹാവ് ടു ടെൽ ഹിം താങ്ക്സ് ബിക്കോസ് നമ്മൾ ആക്ച്വലി ഇത് ഡിസൈൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോൺസെപ്റ്റും ഡിസൈൻസും എല്ലാം ദീപകിൻ്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു അതിലൂടെ തന്നെ നമ്മൾ ജേണി മൂവ് ചെയ്തത്. അതുമാത്രമല്ല ഓരോ വർക്കിൻ്റെ ഡീറ്റെയിലും ഒക്കെ നമ്മൾ അവൻ്റേതായുള്ള ആഗ്രഹങ്ങൾ നമ്മോട് പറഞ്ഞതെല്ലാം നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്ത് അവനക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഫിനിഷിങ്ങിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഞാൻ എപ്പോഴും അവനെ കാണുമ്പോൾ ഒക്കെ എന്നോടത് പറയാറുണ്ട്. ആൻഡ് ഐ ഗോട്ട് എ ഗുഡ് ഫ്രണ്ട് ഓൾസോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് എപ്പോഴും ഉണ്ട് ഈ പ്രൊജക്റ്റിൽ. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റിനാൽ കൂടുതൽ പറയാനുള്ളത്. ഹീസ് നൗ മൈ ഗുഡ് ഫ്രണ്ട്.